പഞ്ചസാരയോ സോഡായോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി പൊറോട്ട നമ്മളുണ്ടാക്കി ഞാനെൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇനി അമ്മയുടെ ഊഴമാണ് കേട്ടോ. അമ്മ ഇതുണ്ടെങ്കിൽ മുട്ടക്കറി വെക്കാനായിട്ട് ഒരു 5, 6 മുട്ട എടുത്ത് ഇങ്ങനെ പുഴുങ്ങി റെഡിയാക്കി ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗ ഓണാക്കി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് പറക്കി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് ആ മുട്ട നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അമ്മയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞത് എന്നും ഒരേ രീതിയിലുള്ള മുട്ടക്കറി തന്നെയല്ലേ നമ്മൾ വെക്കുന്നത്, ഇന്നൊരു വെറൈറ്റി രീതിയിലുള്ള മുട്ടക്കറി ആകാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേ രീതിയിലുള്ള മുട്ടക്കറി വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതിനുശേഷം നമ്മൾ ആ മുട്ട വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് അമ്മ കുറച്ച് കടുക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇനി അടുത്ത പരിപാടി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, അതായത് ഒരു 2 വലിയ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ആ അരിഞ്ഞു വെച്ച സവാള ഇതേ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് അമ്മ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, അല്പം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതിലൊരു 4 എണ്ണം അമ്മ ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്ന ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരകല്ലേ വെച്ച് അമ്മ ചതച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, പേസ്റ്റായിട്ടൊന്നും അല്ല. പിന്നീട് അതിന് മുകളിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില അങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. ആ കറിവേപ്പില ഇട്ടതിന് ശേഷം ഈ മസാല ഒന്ന് ഇളക്കുകയാണ്. പിന്നീട് അതിലേക്ക് അമ്മ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്ന സ്പൂണല്ല, ഇത് ചെറിയ സ്പൂണാണ്. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നവർ ഒന്നുകൂടി ഇളക്കുകയാണ്. വീണ്ടും അതിലേക്ക് അതേ സ്പൂണിന് തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നേരത്തെ ഇട്ട മുളക് പൊടി അല്പം പോരാ എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 2 വലിയ തക്കാളി ഉണ്ടല്ലോ, അത് നമ്മൾ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഈ തക്കാളി പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേന് ഒരു 3/4 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലൊരു കുറച്ച് വെള്ളം ഇപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. വീണ്ടും അതിലേക്ക് ബാക്കി വരുന്ന വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ, അതായത് ഐസ്ക്രീമൊക്കെ എടുക്കുന്ന സ്പൂണില്ലേ, ആ സ്പൂണാണ് കേട്ടോ. അതിന് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഇതേ സ്പൂണിന് തന്നെ അതായത് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുട്ടക്കറിക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടുകയുള്ളൂ. നമ്മുടെ മുട്ടക്കറി അങ്ങനെ ഒന്ന് തിളച്ച് വന്നിരിക്കുകയാണ്. തിളച്ച് വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടില്ലേ, 1/2 കപ്പ് തേങ്ങാപ്പാൽ. സാധാരണ നമ്മൾ വീട്ടിൽ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ തേങ്ങാപ്പാലൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. ഇന്ന് പൊറോട്ടയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സ്പെഷ്യൽ മുട്ടക്കറി ആയിക്കോട്ടെ എന്ന് കരുതിയായിട്ടായിരിക്കാം അമ്മ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത്. എന്തായാലും നല്ല രുചിയായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് ആ മുട്ടയുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രൈ അടിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയുണ്ടല്ലോ, അത്രയും മുട്ടയും അതിൻ്റെ ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മല്ലിയില കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് ആ നല്ലൊരു മണം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 3-4 മിനിറ്റ് സമയം കഴിഞ്ഞ് കേട്ടോ. നമ്മുടെ മുട്ടക്കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി അങ്ങനെ മുട്ടയുടെ മുകളിലേക്ക് ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല കിണ്ണം കാച്ചിയ പൊറോട്ടയും അമ്മയുണ്ടാക്കിയ നല്ല അടിപൊളി മുട്ടക്കറിയും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.